എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. പുസ്തക പരിചയത്തിൽ ഇന്നു മുതൽ ലോകകഥ എന്ന ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ അതിമനോഹരമായ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ശ്രീ എം ടി വാസുദേവൻ നായർ, എൻ പി മുഹമ്മദ് എന്നിവർ രചിച്ചിട്ടുള്ള അതിമനോഹരമായ വിവർത്തന കഥകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ കഥ ഒരു കപ്പ് ചായ. കാതറിൻ മാൻസ്ഫീൽഡ് എന്ന ന്യൂസിലാൻഡ് എഴുത്തുകാരൻ്റെ കഥ പരിചയപ്പെടുത്തുന്നു. കാതറിൻ മാൻസ്ഫീൽഡ് 1888 ന്യൂസിലാൻഡിൽ ജനിച്ചു. വിദ്യാഭ്യാസ കാലത്ത് ലണ്ടനിലായിരുന്നു ഇവർ. പിന്നെ 20-ാം വയസ്സുവരെ ന്യൂസിലാൻഡിൽ തന്നെ ജീവിച്ചു. ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമായി പിന്നീട് താമസം ആരംഭിച്ചു. ഭാവനാസാന്ദ്രമായ അന്തരീക്ഷത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കാവ്യഭംഗിയോടെ എഴുതിയ ചെറുകഥകളാണ് കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ അതിമനോഹരമായ കൃതികളൊക്കെയും. അദ്ദേഹത്തെ പ്രശസ്തനാക്കിയതും ആ രചനകൾ തന്നെ. 1918 നിരൂപകനായ ജോൺ ഗിൽബർട്ട് മുറയെ വിവാഹം കഴിച്ചു. ആദ്യ വിവാഹം ഒരു പരാജയമായിരുന്നു. അല്പം നാളുകളെ ആ വിവാഹം നിലനിന്നുള്ളൂ. ഗോൾഡൻ പാർട്ടി എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1923 അവർ ക്ഷയരോഗത്താൽ അകാല ചരമമടഞ്ഞു. മരണാനന്തരമാണ് ഡോവ്നെസ്റ്റ്, ബ്ലീസ് തുടങ്ങിയ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പിൽക്കാലത്ത് പുറത്തു വന്ന അവരുടെ കത്തുകളും ഡയറി കുറിപ്പുകളും വളരെയേറെ ചർച്ചയ്ക്ക് വിഷയമായി. പ്രത്യേകിച്ചും DH ലോറൻസുമായി കൈമാറിയ കത്തുകൾ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. സുന്ദരി എന്നല്ല റോസ്മേരി ഫെല്ലിനെ പറയേണ്ടത്. ഇല്ല, നിങ്ങൾ സുന്ദരി എന്ന് പറയില്ല. എന്നാൽ കാണാൻ കൊള്ളാവുന്നവൾ. അവളെ കഷണം കഷണമായി നോക്കിയാൽ ഒരു പക്ഷേ ശരിയാവും. പക്ഷേ കഷണം കഷണമായി വീതിക്കുന്നത് ക്രൂരമാണല്ലോ. അത് വേണ്ട. അവൾക്ക് ചെറുപ്പമാണ്, ബുദ്ധിയുണ്ട്, ആധുനിക ചിന്താഗതിയുമുണ്ട്. വളരെ ആകർഷകമായി വസ്ത്രം ധരിക്കുന്നു. അത്യാധുനിക ഗ്രന്ഥങ്ങളിൽ അത്ഭുതകരമായ അവഗാഹവുമുണ്ട്. അവളുടെ വിരുന്നുകൾ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടിച്ചേരുന്ന സംഭവങ്ങളാണ്. പ്രധാനികളും പിന്നെ കലാകാരന്മാരും. അവർ കണ്ടെത്തിയവരായ വിചിത്ര സൃഷ്ടികൾ. അധികം ഭയങ്കര ജീവികളായിരിക്കും. കൂടിക്കഴിയാൻ പറ്റുന്ന തരത്തിൽപ്പെടുന്ന രസികന്മാരും കൂട്ടത്തിലുണ്ടാകും. 2 വർഷം മുമ്പാണ് റോസ്മേരി വിവാഹം കഴിച്ചത്. ഓമനക്കുട്ടനായ ഒരു മകനുണ്ട്. ഭർത്താവ് അവളെ സർവാത്മന ആരാധിക്കുന്നു. അവർ ധനികരാണ്, ശരിക്കും ധനികർ. സുഖമായി കഴിയാൻ വകയുള്ളവർ എന്ന് പറഞ്ഞാൽ പോരാ. അത് അനാകർഷകമായ ഒരു പ്രസ്താവനയാകും. നമ്മൾ പിതാമഹന്മാരെ പറ്റി പറയുമ്പോൾ തോന്നാറുള്ള വിരസത തോന്നിയേക്കും. റോസ്മേരിക്ക് ഷോപ്പിംഗ് നടത്തണമെന്ന് തോന്നുമ്പോൾ നിങ്ങളും ഞാനും ബോണ്ട് സ്ട്രീറ്റിൽ പോകുന്ന പോലെ പാരീസിലേക്കാണ് കടക്കുക. പൂക്കൾ വാങ്ങണമെന്ന് തോന്നിയാൽ റീജന്റ് തെരുവിലെ മികച്ച കടയുടെ മുന്നിൽ കാറ് ചെന്നു നിൽക്കും. കടയ്ക്കടുത്ത് ആകെ ഒരു തിളങ്ങുന്ന നോട്ടം മറുനോട്ടക്കാരിയെപ്പോലെ വിതറിപ്പറയും. അതും ഇതും പിന്നെ അതുമൊക്കെ വേണം. 4 കെട്ട് അതിൽ നിന്ന് ആ ആഭരണിയിൽ വെച്ച റോസുകൾ, അത് മുഴുവൻ ഞാൻ എടുക്കുന്നു. വേണ്ട, വയലറ്റ് പൂക്കൾ വേണ്ട കേട്ടോ, എനിക്ക് വെറുപ്പാണ്. അതിനൊരു രൂപഭംഗിയുമില്ല. ജോലിക്കാരൻ തലകുനിച്ച് വയലറ്റ് പൂക്കൾ കൺവെട്ടത്ത് നിന്ന് മാറ്റുന്നു. വയലറ്റ് പൂക്കൾക്ക് അരോചകമാം വിധം രൂപഭംഗിയില്ല എന്നത് പരമസത്യമാണെന്ന ഭാവത്തിൽ. ആ ചെറുതരം ട്യൂലിപ്പ് പൂക്കളുടെ കെട്ടിരിക്കട്ടെ. ആ ചുവപ്പും വെള്ളയുമായ ആ തരം അതിമനോഹരമാണ് ആ നിറം. അവൾ കാറിനടുത്തേക്ക് പോകുമ്പോൾ കടയിലെ ജോലിക്കാരി പെണ്ണ് ഉടുപ്പിടുവിച്ച ഒരു കുഞ്ഞിനി എന്ന പോലെ കൈത്തണ്ടയിലൊരു വലിയ കടലാസ് പൊതിക്കെട്ട് ചുമന്ന് പിന്നാലെയുണ്ടാവും. ശൈത്യകാലത്തെ ഒരു വൈകുന്നേരം കാൻസൺ തെരുവിൽ പൗരാണിക കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് റോസ്മേരി എന്തോ വാങ്ങുകയായിരുന്നു. അവൾക്കിഷ്ടപ്പെട്ട ഒരു കടയാണ് അത്. കടയിൽ വാങ്ങാൻ താൻ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് അതിന് കാരണം. അതിൻ്റെ ഉടമസ്ഥൻ അവളെ പരിചരിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. കടന്നു ചെല്ലുമ്പോൾ തന്നെ അയാൾ ആഹ്ലാദം കൊണ്ട് ആകെ വിളങ്ങും. കൃതജ്ഞതയുടെ ആധിക്യം കൊണ്ട് വാക്കുകൾ തന്നെ കിട്ടാത്ത അവസ്ഥയിലാകും. മുഖസ്തുതി തന്നെ. എന്നാലും അവിടെ ചെല്ലുമ്പോൾ എന്തോ ഒരു ഇത്. നോക്കൂ മാഡം, വളരെ പതിഞ്ഞ ആദരപൂർവമായ സ്വരത്തിൽ അയാൾ പറയും. എൻ്റെ ഈ വസ്തുക്കൾ എനിക്ക് പ്രിയപ്പെട്ടവയാണ്. അവയെ ആസ്വദിക്കാൻ കഴിയാത്ത ഇക്കാലത്ത് അപൂർവമായ ആ മൃദുല ഭാവമില്ലാത്ത ആർക്കെങ്കിലുമാണെങ്കിൽ ഞാനിതൊക്കെ കൈവിടാൻ തന്നെ മടിക്കും. പിന്നെ ദീർഘമായി ശ്വസിച്ച്
നീല വെൽവറ്റിൻ്റെ ഒരു ചെറിയ ചതുരക്കഷ്ണം കണ്ണാടി പതിച്ച കൗണ്ടറിൽ വിരിക്കും. വിളറിയ വിരൽ തുമ്പുകൾ കൊണ്ട് അത് അമർത്തി വയ്ക്കും. ഇന്ന് ഒരു ചെറിയ പെട്ടിയാണ്. അവൾക്ക് വേണ്ടി അയാൾ അത് കരുതി വയ്ക്കുകയായിരുന്നു. വേറെ ആർക്കും ഇതുവരെ കാണിച്ചു കൊടുത്തിട്ട് കൂടിയില്ല. ഒരു സുന്ദരമായ കൊച്ചു പിഞ്ഞാണം അടക്കം. വെണ്ണയിലുണ്ടാക്കിയതോ എന്ന് തോന്നും വിധം മിനുപ്പ്. മുടിയിൽ ഒരു പൂമരത്തിൻ്റെ ഒരാൾ രൂപം, അതിലും സൂക്ഷ്മമായ സ്ത്രീരൂപം അതിൻ്റെ കഴുത്തിൽ കൈവിണച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിപ്പൂവുതിളനേക്കാൾ ചെറിയ അവളുടെ തൊപ്പി ഒരു ശാഖയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നു. തൊപ്പിക്ക് നീല റിബണുകൾ. അവരുടെ തലയ്ക്കുമീതെ ഒരു തുടുത്ത മേഘം ഒരു കാവൽ മലാഖയെപ്പോലെ പാറിക്കളിക്കുന്നു. റോസ്മേരി നീണ്ട കയ്യുറകൾ നീക്കി. കയ്യുറകൾ നീക്കിയ ശേഷമേ അവൾ ഇത്തരം കടലാസുകൾ പരിശോധിക്കുള്ളൂ. ഉവ്, അവൾക്ക് ഇഷ്ടമായി. മനോഹരമായിരിക്കുന്നു. അവൾക്കത് വേണം. അത്രയ്ക്കിഷ്ടമായി. അത് തുറക്കുകയും അടക്കുകയും ചെയ്ത് തിരുപ്പിടിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ നീല വെൽവറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ കൈകൾ എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാനും അവൾ മറന്നില്ല. പീഡികക്കാരൻ്റെ മനസ്സിലെന്തോ വെളിച്ചം മങ്ങിയ ഗുഹയിലും അങ്ങനെയൊരു ചിന്ത പുറത്തു വരാൻ ധൈര്യപ്പെട്ടിരിക്കണം. അയാൾ ഒരു പെൻസിൽ എടുത്ത് കൗണ്ടറിന് മുകളിലേക്കാഞ്ഞു. അയാളുടെ രക്തമില്ലാത്ത വിളറിയ വിരലുകൾ അവളുടെ തുടുത്ത വിരലുകൾക്കടുത്തേക്ക് ഭയപ്പാടോടെ അരിച്ചു നീങ്ങി. അയാൾ പതുക്കെ പിറുപിറുത്തു. മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ചിത്രത്തിലെ സ്ത്രീയുടെ ബോഡീസിലെ ഈ പൂക്കൾ എന്തു ഭംഗി. റോസ്മേരി ആ പൂക്കളെയും ആരാധനയോടെ നോക്കി. ഒരു നിമിഷം കടയുടമ ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നി. പിന്നെ അയാളുടെ മർമ്മസ്വരം അവളുടെ ചെവിയിലെത്തി. 28 ഗിനി മാഡം. 28 ഗിനി. റോസ്മേരി അത് ആവർത്തിച്ചപ്പോൾ ഒരത്ഭുതവും കാണിച്ചില്ല. പെട്ടി താഴെ വെച്ചു. വീണ്ടും കയ്യുറകൾ ധരിച്ചു. 28 ഗിനി. സമ്പന്നരാണെങ്കിലും അവൾ തീരുമാനം വ്യക്തമാകാത്ത പോലെ നിന്നു. കടക്കാരൻ്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന തള്ളക്കോഴിയുടെ ആകൃതിയിലുള്ള ചായപാത്രത്തിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, സ്വപ്നത്തിലെന്ന പോലുള്ള ഒരു സ്വരത്തിൽ, ഇതെനിക്ക് കരുതി വയ്ക്കുമോ? പറ്റില്ലേ? ഞാൻ. കടയുടമ തലകുനിച്ചു. എത്ര ലഘുവായ ഒരാവശ്യം. എന്നും എക്കാലവും അവൾക്ക് വേണ്ടി അത് കരുതി വയ്ക്കാൻ കൂടി അയാൾ സന്നദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രവിക്കാം. എല്ലാവർക്കും നന്ദി.